ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. അമീൻ സാറാണ്. നമ്മുടെ എക്സാമിനേഷൻ നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സമയത്ത് നിങ്ങളോട് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, എല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ നമ്മൾ മാരത്തോണിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. മക്കളെ ശ്രദ്ധിക്കുക, മാരത്തോണിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഒരുങ്ങിയിരിക്കുക. നമ്മൾ 7 മണിക്കാണ് മാരത്തോൺ വെച്ചിരിക്കുന്നത്. മക്കളെ, നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് ഓർഡർ ആയിട്ടുണ്ടാവില്ല, സ്ട്രക്ചേർഡ് ആയിട്ടുണ്ടാവില്ല, ക്വസ്റ്റ്യൻസ് അറിയാത്തതൊക്കെ ഉണ്ടാവും അല്ലേ സാറേ? സാറേ യെസ്, അതെല്ലാം ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് നിങ്ങൾക്ക് മാറ്റിത്തരും. അതോടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എല്ലാ ചാപ്റ്ററും ഞങ്ങൾ കൃത്യമാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇന്നത്തെ ഒരു മാരത്തോണിന്റെ പ്രത്യേകത കൂടെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ എക്സാമിനേഷന്റെ തൊട്ട് മുമ്പുള്ള ദിവസം നമ്മൾ 100% ഷുവർ ക്വസ്റ്റ്യൻസ്, നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളിലൂടെയാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, പോകാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള എല്ലാ ചോദ്യങ്ങളും അവിടെ തരും, ഉത്തരങ്ങളും അവിടെ തരും. നിങ്ങൾ അതിനെ ഒരു കൃത്യമായ ഓർഡറിൽ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അല്ലേ സർ? യെസ്, തീർച്ചയായിട്ടും. എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, നല്ല രീതിയിൽ ഇങ്ങോട്ടേക്ക് വരിക. നല്ല രീതിയിൽ, അത് ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം, ഒരു 8 ക്വസ്റ്റ്യൻ മാക്സിമം ഉണ്ടാവും സാറേ. 8 ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യും, ആ ചാപ്റ്റർ മുഴുവനായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് ചോദ്യം മാത്രം കിട്ടിയാൽ പോരാ, അതെങ്ങനെയാണ് ആൻസർ ചെയ്തേണ്ടത് നിങ്ങൾക്ക് അറിയണം. പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ കൊല്ലം ഇവർക്ക് എന്തില്ല, പ്രീ-വൈക്യു ക്വസ്റ്റ്യനുകളില്ല. കൂടാതെ തന്നെ ക്വസ്റ്റ്യനുകൾ ഇല്ലാത്തതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആൻസേഴ്സും എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് രണ്ടും തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് നിങ്ങൾ കൃത്യമായിട്ട് തരുന്നതാണ്. അതാണ് ഒന്നാമത്തെ നിങ്ങളോട് പറയാനുള്ള കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അതാണ് ഫൈസൽ സാർ നിങ്ങൾ പറഞ്ഞു വരാം. നമ്മുടെ ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞു. നാളെ രാവിലെ നമ്മൾ എക്സാം എഴുതാൻ പോവുകയാണ്. ഈ എക്സാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എക്സാം എഴുതിയിരിക്കണം എന്നുള്ളതാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവരുടെ ജീവിതത്തിലെ ആദ്യത്തെ 8ാം ക്ലാസ്സിൽ, അല്ല 8ാം ക്ലാസ് വരെ 40 മാർക്കിനായിരുന്നു. ഇനി 80 മാർക്കിന്റെ ആദ്യത്തെ എക്സാമിനേഷൻ ഹാളിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, എസ്എ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എത്ര ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എത്ര പോയിന്റുകൾ, എത്ര പേജുകൾ എഴുതണം ഒക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ലൈവിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ പോയിന്റ്സ് ഉൾപ്പെടുത്തണം, ആ പോയിന്റ്സ് എങ്ങനെയാണ് നിങ്ങൾ ഓൺവേർഡ്സിലേക്ക് മാറ്റേണ്ടത്, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. മാത്രമല്ല, എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക, ഇന്ന് എക്സാം ഹാളിലേക്ക് കടക്കുമ്പോൾ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു പേപ്പർ കിട്ടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പരീക്ഷ നമ്മൾ തുടങ്ങുകയാണ്. ആ പരീക്ഷ തുടങ്ങുമ്പോൾ ശരിക്കും ആദ്യം പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. പക്ഷെ നമുക്കത് കൂളൊന്നും അല്ല ഉണ്ടാവാറുള്ളത്, അതിന് പേര് പോലും മാറ്റി പറയേണ്ടിയിരിക്കും. ഹോട്ട് ഓഫ് ടൈം ഒക്കെ ആയിട്ട് മാറാറുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ അറിയാത്ത ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് ടെൻസ്റ്റ് അടിച്ചിട്ട് അതിന് മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളുടെ വരെ ഉത്തരങ്ങൾ തെറ്റിപ്പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്താറുണ്ട്. ആ അവസരങ്ങൾ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു പേപ്പറിന് ചില ആളുകൾ, ഇപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അമീൻ സാറിനൊക്കെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള ആളാണ്. സോ ഇങ്ങനെയുള്ള ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകളുടെ സൈഡിലേക്ക് ചെരിഞ്ഞു പോകും. നമ്മൾ എത്ര നേരെ എഴുതാൻ നോക്കിയാലും നമ്മൾ റൂൾഡ് പേപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ചെരിഞ്ഞു പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ എന്തൊക്കെയാണ് ആ ഒരു എക്സാമിനേഷൻ ഹാളിൽ ശ്രദ്ധിക്കേണ്ടത്? കൂൾ ഓഫ് ടൈമിനെ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ പോയിന്റുകളാക്കിയിട്ട് എഴുതാം, അണ്ടർലൈൻ ചെയ്യണോ, ഹെഡിങ് എഴുതണോ, തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ലൈവിൽ ഏറ്റവും അവസാനം നമ്മൾ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതാണ്. അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, എടാ നിങ്ങൾക്ക് ചോദ്യങ്ങളല്ലേ വേണ്ടേ, ഉത്തരങ്ങളും അല്ലേ വേണ്ട. എടാ അങ്ങോട്ട് പോരിട്ടോ, ഇന്ന് 7 മണിക്ക് നമ്മൾ അവിടെ സെറ്റാക്കി തരും.